യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും എന്നാണ്. ശക്തി എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഒന്ന് ഭൗതിക ശക്തി, രണ്ട് ആത്മീക ശക്തി. ഭൗതിക ശക്തിയിൽ ആശ്രയിക്കരുത് എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ആത്മീക ശക്തി എന്ന് പറയുന്നത് അത് ദൈവികമാണ്. അതുകൊണ്ടാണ് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത്. എന്തിനാണ് ഒരു മനുഷ്യൻ യഹോവയെ കാത്തിരിക്കേണ്ടത്? എന്തിനാണ് ഒരു മനുഷ്യൻ യഹോവയെ കാത്തിരിക്കേണ്ടത്? ഒന്ന്, സങ്കീർത്തനം 25:3 പറയുന്നു: ദൈവത്തെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോവുകയില്ല എന്നാണ്. എന്തിനാണ് യഹോവയെ കാത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ ഒരിക്കലും ലജ്ജിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും ദൈവത്തെ കാത്തിരിക്കുന്ന മനുഷ്യൻ നാണം കെട്ടു പോവുകയില്ല എന്നാണ് എൻ്റെ അർത്ഥം. മനുഷ്യർ ചില സന്ദർഭങ്ങളിൽ പലയിടങ്ങളിലും നാണം കെട്ടു പോകാറുണ്ട്, ലജ്ജിച്ചു പോകും, ലജ്ജിച്ച് തല താഴെ സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നു, അങ്ങനെ സമൂഹത്തിന്റെ മുന്നിൽ ലജ്ജിച്ച് നാണം കെട്ട് തല താഴ്ത്തി നിൽക്കേണ്ട സാഹചര്യം വരുമ്പോൾ നീ യഹോവയെ കാത്തിരിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ, നീ എവിടെയാണോ ലജ്ജിച്ച് തല താഴ്ത്തി നിൽക്കേണ്ടി വന്നത്, അവിടെ ദൈവം നിന്നെ മാനിക്കും, നിനക്ക് മാനം നൽകുന്നതാണ്. അതുകൊണ്ട് നീ ദൈവത്തെ കാത്തിരിക്കുകയെങ്കിൽ ഒരിക്കലും നാണം കെട്ടു പോവുകയില്ല, ലജ്ജിച്ചു പോവുകയില്ല എന്നാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ട്, എന്തുകൊണ്ടാണ് നമ്മൾ യഹോവയെ കാത്തിരിക്കേണ്ടത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ദൈവത്തെ കാത്തിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ്. ദൈവത്തെ കാത്തിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് ബൈബിൾ പഠിപ്പിക്കുകയാണ്. ആരാണ് ഭാഗ്യവാൻ? ആരാണ് ഭാഗ്യവാൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പല ഉത്തരം പറയാൻ കഴിയുമായിരിക്കും. ചിലപ്പോൾ നമ്മൾ പറയും, ലോട്ടറി അടിച്ച മനുഷ്യനെ നോക്കിക്കൊണ്ട് അവൻ ഭാഗ്യവാനാണെന്ന് പറയും. മറ്റു ചിലരെ നോക്കിക്കൊണ്ട് ഒരു ജോലി കിട്ടിയാൽ അവൻ ഭാഗ്യവാനാണെന്ന് പറയും. നല്ലൊരു വീട് വയ്ക്കാൻ പറ്റിയാൽ അവനെ നോക്കിക്കൊണ്ടും ചിലർ പറയും അവൻ ഭാഗ്യവാനാണ് എന്ന്. ഇങ്ങനെ നമ്മുടെയൊക്കെ ചില കാഴ്ചപ്പാടുകളിൽ നമ്മൾ ചിലരെ നോക്കിക്കൊണ്ട് പറയും ഭാഗ്യവാനാണ്. എന്നാൽ ബൈബിളിനോട് ചോദിച്ചാൽ ആരാണ് ഭാഗ്യവാനെന്ന് ബൈബിൾ ചില ഉത്തരം പറയും. ബൈബിൾ പഠിപ്പിക്കുന്നു, യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അത് മാത്രമല്ല, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. പിന്നെ ബൈബിൾ പഠിപ്പിക്കുന്നു, യഹോവയെ കാത്തിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അങ്ങനെ ജീവിതത്തിൽ ഒരു പക്ഷേ ചിലരൊക്കെ നമ്മെ നോക്കി പറയാറുണ്ട്, അവൻ ഭാഗ്യം കെട്ടവനാണ്, അവൻ ഭാഗ്യം കെട്ടവളാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നീ ശരിക്കും ദൈവത്തെ കാത്തിരിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ
എവിടെയാണോ നീ ഭാഗ്യം കെട്ടവനായി മാറിയത്, എവിടെയാണോ നീ ഭാഗ്യം കെട്ടവളായി മാറിയത്, ആ സ്ഥാനത്ത് ദൈവം നിന്നെ ഭാഗ്യവാനായി ഉയർത്തും എന്ന് ബൈബിൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഓരോ നാളും യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ നിനക്ക് കഴിയണം. എന്തിനു വേണ്ടി യഹോവയെ കാത്തിരിക്കണമെന്ന് ചോദിച്ചാൽ, രണ്ടാമതായി ബൈബിൾ പഠിപ്പിക്കുന്നു, യഹോവയെ കാത്തിരിക്കുന്ന വ്യക്തി ഭാഗ്യവാൻ എന്നാണ്. മൂന്നാമത് ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സങ്കീർത്തനം 40:1 പറയുന്നു, ദൈവത്തെ കാത്തിരിക്കുന്നവരുടെ നിലവിളി ദൈവം കേൾക്കും എന്നാണ്. ദൈവത്തെ കാത്തിരിക്കുന്നവരുടെ നിലവിളി ദൈവം കേൾക്കും എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റാത്ത വേദന വരുമ്പോഴാണ് ശരിക്കും നിലവിളിക്കുന്നത്. ക്രൂശിലേക്ക് നോക്കൂ. ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു അത്യുച്ചത്തിൽ നിലവിളിച്ചു എന്നാണ് പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ട് കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് അത്യുച്ചത്തിൽ നിലവിളിച്ചു എന്ന് ചോദിച്ചാൽ, അസഹനീയമായ വേദന. ക്രൂശ് മരണം എന്ന് പറയുന്നത് അസഹനീയമായ വേദനയാണ്. മനുഷ്യർ ചിലപ്പോൾ ജീവിതത്തിന്റെ ചില കനവഴികളിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ, ചില സമയങ്ങളിൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ, ചില സന്ദർഭങ്ങളിൽ മരണത്തെ മുഖാമുഖമായി കാണുമ്പോൾ നിലവിളിക്കാറുണ്ട്. ചിലരുടെ നിലവിളികൾ ഒരുപക്ഷെ ആരും കേൾക്കാൻ ഉണ്ടാവില്ല. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നു, നീ ദൈവത്തെ കാത്തിരിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിൽ നീ നിലവിളിച്ചാലും ആ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം. അതുകൊണ്ട് നമ്മുടെ ഈ ജീവിത യാത്രയിൽ ആത്മീക ജീവിതത്തിന്റെ ശക്തി പ്രാപിക്കുന്ന ആരാധനകളിലൂടെ, ശുശ്രൂഷകളിലൂടെ, പ്രാർത്ഥനയിലൂടെ യഹോവയെ കാത്തിരിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ ഈ ശക്തിയെ പുതുക്കുന്ന ഒരു മനുഷ്യനായി മാറും. നീ ഒരു ഭാഗ്യവാനായി മാറും. ബൈബിൾ പഠിപ്പിക്കുന്നു, നിന്റെ നിലവിളി ദൈവം കേൾക്കും എന്ന് പഠിപ്പിക്കുന്നു. നീ ആരുടെയും മുന്നിൽ ലജ്ജിച്ചു പോവുകയില്ല എന്ന് ബൈബിൾ. അതുകൊണ്ട് ആരുടെയും മുന്നിൽ ലജ്ജിച്ചു പോകാതെ ഭാഗ്യവാനായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ജീവിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ചെറിയ ചിന്തകളിലൂടെ നമ്മെ സഹായിക്കട്ടെ.